ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടെന്ന് വിശേഷത്തിലേക്ക് കിടക്കുക. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ദേവുവിനെയാണ്, രേവതിയുടെ അനിയത്തി ഉള്ളത് അരുണിൻ്റെ വീട്ടിലാണ് കേട്ടോ. അങ്ങനെ അരുണിൻ്റെ വീട്ടിൽ അരുണിൻ്റെ അമ്മയോടും അരുണിനോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അരുണിൻ്റെ അമ്മ ഇച്ചിരി അസുഖക്കാരിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം ഒന്നും നന്നായിട്ട് കഴിക്കില്ല. അമ്മ എന്താ ഭക്ഷണം നന്നായിട്ട് കഴിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ മോളെ ഞാൻ കഴിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അരുൺ പറയുകയാണ്, പിന്നെ കഴിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞാലേ കഴിക്കത്തുള്ളൂ. പാതിരാത്രിയാണ് ഞാൻ വരുന്നതെങ്കിലുണ്ടല്ലോ അതുവരെ കാത്തിരിക്കുന്നേ, കഴിക്കത്തില്ല. അപ്പം ദേവ് ചോദിച്ചു, നേരാണോ അമ്മ ഈ പറയുന്നത്? അമ്മേ, ഭക്ഷണവും മെഡിസിനും കൃത്യസമയത്ത് തന്നെ കഴിക്കണം, ആരോഗ്യം ശ്രദ്ധിക്കണം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കാഞ്ഞിട്ടൊന്നും അല്ല മോളെ, എനിക്കാണെങ്കിൽ തീരെ വയ്യ, കഴിക്കാനൊന്നും തോന്നുന്നില്ല. വീട്ടു ജോലിയൊക്കെ പഴയ പോലെ ചെയ്യാൻ പറ്റണില്ലെന്നേ. സമയം കിട്ടുമ്പോഴൊക്കെ ഇവൻ സഹായിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ അരുൺ പറഞ്ഞ് ചെറുതായിട്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ അരുണിൻ്റെ അമ്മ പറഞ്ഞു, ഇവരൊന്ന് കല്യാണം കഴിക്കായിരുന്നെങ്കിൽ എനിക്ക് നടുനിവർത്തി ഒന്ന് വിശ്രമിക്കായിരുന്നെന്ന്. അപ്പം നമ്മുടെ ദേവുവിനും അരുണിനും ചെറിയൊരു നാണമൊക്കെ വന്നു. അപ്പം അരുണിൻ്റെ അമ്മ പറഞ്ഞു, ഇവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല മോളെ, എന്ത് ചെയ്യാനാ ഞാൻ? അത് പിന്നെ ഞാൻ മാത്രം സമ്മതിച്ചാൽ മതിയോ? എൻ്റെ പെണ്ണും കൂടെ സമ്മതിക്കണ്ടേ? അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, എന്തിനാ മോളെ ഇങ്ങനെ ലേറ്റ് ആക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, പെണ്ണ് ചോദിക്കാൻ വേണ്ടി ഞാനും ഇവനും മോളുടെ വീട്ടിലേക്ക് വരട്ടെ? ഇപ്പം വേണ്ട, ടൈം ആകുമ്പോൾ ഞാൻ പറയാം. ഞാനല്ല ഇവളാണ് ഉഴപ്പി കളിക്കുന്നതെന്ന് ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇവള് തന്നെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അരുണിൻ്റെ അമ്മ പറഞ്ഞു, മോളെ, അമ്മ അസുഖമൊക്കെ ഉള്ള ഒരാളാണെന്നേ. എനിക്ക് നിങ്ങളുടെ കല്യാണം ഒന്ന് കാണണം, എൻ്റെ മോൻ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അയ്യോ അമ്മ, അങ്ങനെയൊന്നും പറയല്ലേ, നമുക്ക് വേഗം തന്നെ നോക്കാമേ. കുറച്ച് നാളും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ശരി, നീ പറഞ്ഞത് ഞാൻ കാര്യമായി എടുത്തിരിക്കുന്നു, വെയിറ്റ് ചെയ്യാം, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അപ്പോഴത്തേക്ക് നമ്മുടെ അരുൺ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അരുൺ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴും, നീ എന്താടാ, നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ പറ്റും, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ അരുണിൻ്റെ അമ്മ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യ്, മോൾ ഇവിടെ ഇരിക്കുക, ഞാൻ പോയൊരു ചായ ഇട്ടിട്ട് വരാമെന്ന്. അങ്ങനെ ചായ ഇടാനായിട്ട് അകത്ത് പോയപ്പോഴത്തേക്കും അരുൺ പറഞ്ഞു, അമ്മ പറഞ്ഞത് കേട്ടല്ലോ ദേവു. അതിന് ഞാനും പറഞ്ഞല്ലോ മറുപടി. നിൻ്റെ മറുപടി തൃപ്തികരമല്ല. അത് പിന്നെ അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഇത് പറയാൻ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ മുമ്പ് താമസിച്ച വീട്ടിൽ നീ വന്നിരുന്നു, ഇപ്പോൾ ഇവിടെയും വന്നു. എന്നാൽ ഞാനോ ഇതുവരെ നിൻ്റെ വീട്ടിൽ വന്നിട്ടില്ല, നിൻ്റെ വീട്ടിലുള്ള ആരെയും കണ്ടിട്ടുമില്ല. എപ്പോഴാണ് ഞാൻ വരേണ്ടത്? എന്താ എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണോ അരുൺ സാറിൻ്റെ ഉദ്ദേശം? വരുന്ന സമയമാകുമ്പോൾ ഞാൻ പറയാം, അപ്പം വന്നാൽ മതി. ഇതിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഭ്രാന്തായിട്ട് തുടങ്ങി. നിന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ കെട്ടാൻ അമ്മ സമ്മതിക്കത്തുമില്ല. പിന്നെ വേറെ പെണ്ണിനെ അങ്ങനെ കെട്ടി ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അരുൺ പറഞ്ഞു, വേറെ പെണ്ണിനെയോ? ഇനി ഈ വേറെ പെണ്ണിനെ കെട്ടലൊന്നും ഇല്ലെന്നേ. ഈ ജന്മം ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വിവാഹമേ വേണ്ട. അപ്പം ദേവും പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാണെന്ന്. അപ്പം നമ്മുടെ ദേവുവിന് ചായയൊക്കെ ആയിട്ട് ദേവുവിൻ്റെ അമ്മായിയമ്മ, അതായത് അരുണിൻ്റെ അമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇരുത്തി ദേവുവിനെ അങ്ങോട്ട് കുടിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും അരുൺ പറഞ്ഞു, അമ്മയെ ദേവു നല്ല പെണ്ണ, ആദ്യം കണ്ടപ്പോൾ തന്നെ അവളാണ് എൻ്റെ മരുമകളെന്ന് തീരുമാനിച്ചു എന്നൊക്കെ, അവളെ മരുമകളായിട്ട് കിട്ടുന്നതിൻ്റെ ഭാഗ്യമാണ്, ദൈവം തന്ന ഗിഫ്റ്റാണ് എന്നൊക്കെയാട്ടോ ഇവിടത്തെ പറച്ചില്. ഈ ഗിഫ്റ്റ് ഞാൻ എടുത്തു വെച്ചു എന്നല്ലാതെ ഇതുവരെ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. അമ്മ ആ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റിങ്ങാ. പെട്ടെന്നൊന്ന് ഗിഫ്റ്റ് ഒന്ന് തരാൻ പറ എൻ്റെ പൊന്നമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നീ എന്തൊക്കെയാടാ പറയുന്നത്? വേറെ ഒന്നും അല്ല അമ്മയെ പറഞ്ഞത്. അമ്മയൊന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഗിഫ്റ്റ് പെട്ടെന്ന് കൈ കിട്ടാൻ, അല്ലെങ്കിൽ സമയം ഇങ്ങനെ നീണ്ടു പോകുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, ആ ഗിഫ്റ്റൊക്കെ പെട്ടെന്ന് കിട്ടിക്കോളൂ. ഏതായാലും ഞാൻ ഇറങ്ങുക, ഇനി ഇവിടെ നിൽക്കുന്നില്ല. അല്ല മോൾ ഇനി എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത്? അടുത്തെങ്ങാനും ഇങ്ങോട്ടേക്ക് വരുമോ? വരാന്ന്. അത് പിന്നെ മോളെങ്ങനെയാ പോകുന്നത്? അത് ഞാനൊരു ഓട്ടോ വിളിച്ച് പൊക്കോളാം. വേണ്ട, ഞാൻ നിന്നെ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ ഓട്ടോ വിളിച്ച് പൊക്കോളാം. അപ്പോഴത്തേക്കും ദേവു പറഞ്ഞു, എന്തിനാ ദേവു അല്ല, നമ്മുടെ അരുണിൻ്റെ അമ്മ പറഞ്ഞു, ദേവു എന്തിനാ ഓട്ടോ വിളിക്കുന്നത്? ഇവൻ കൊണ്ട് വിട്ടോളും. നീ എന്താ പേടിക്കുന്നത്? ആളുകളെ പേടിച്ചിട്ടാണോ? എന്തിനാ പേടിക്കുന്നത്? ഇവൻ്റെ പെണ്ണല്ലേ നീ, അപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എടാ മോനെ, നീ കൊണ്ട് വിട്ടിട്ടോ. എന്നാൽ പിന്നെ ഞാൻ പോയി ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരുൺ അകത്തേക്ക് കയറി പോയി കേട്ടോ. ഏതായാലും ഇന്ന് നമ്മുടെ ദേവുവിനെ കൊണ്ടുവിടുന്നത് അരുണാണ്. ഏതായാലും ഈ കാഴ്ച രേവതിയും സച്ചിയും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഏതായാലും ഒന്നൊന്നര പണിയാണ് ദേവുവിന് കിട്ടാൻ പോകുന്നത്.
നമ്മുടെ സച്ചിയാണെങ്കിൽ ഒരു ഓട്ടം പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതോ ഒരു ചെറുക്കനെ എവിടെയോ കൊണ്ടുവിടുകയാണ്. അപ്പം അയാളോട് സംസാരിച്ചിട്ടൊക്കെയാണ്, ഒരു ചെറുക്കൻ കൊച്ചാണ് കേട്ടോ. അപ്പോൾ ആ ചെറുക്കൻ കൊച്ചിനോട് സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ആ ചെറുക്കൻ പറഞ്ഞു, അതെ ചേട്ടാ ഇവിടെ നിർത്തിയാൽ മതി, എനിക്ക് ഇവിടെ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ എന്നാൽ ഇവിടെ നിർത്താമെന്ന് പറഞ്ഞ് നിർത്തി കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയും ആ ചെറുക്കനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നേരെ ഓപ്പോസിറ്റായിട്ട് ദേവുവും അതുപോലെ ദേവുവിൻ്റെ ചെറുക്കനും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവുവിനോട് ഇറങ്ങാൻ പറയുകയാണ് കേട്ടോ അരുണ്. അപ്പോഴത്തേക്കും ആ കറക്റ്റ് നമ്മുടെ സച്ചി നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇവരിറങ്ങിയത്. അപ്പം ദേവ് ചോദിച്ചു, അല്ല നീ എന്നതിന് എന്നോട് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞതെന്ന്. അപ്പോൾ അരുൺ പറഞ്ഞു, ദേ അപ്പുറം ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്, നീ അവിടെ ചെന്ന് ഓട്ടോ പിടിച്ച് പൊക്കോളാൻ പറഞ്ഞപ്പോഴത്തേക്കും ഓഹോ അത് കൊള്ളാം, അതിനാണോ ഇറങ്ങാൻ പറഞ്ഞതെന്ന്. ഏതായാലും ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ അരുൺ അങ്ങ് പോയി കേട്ടോ. ജസ്റ്റ് മിസ്സെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സച്ചി കണ്ടു, പക്ഷേ അരുണിനെ കണ്ടില്ല. ഏതായാലും എന്തോ ദേവുവിന് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു, ജസ്റ്റ് മിസ്സായിപ്പോയി. നമ്മുടെ അരുൺ അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ ദേവു ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ദേവു നോക്കി അങ്ങ് പോയി കേട്ടോ, അങ്ങ് നടന്നു പോയിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ദേവു 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 എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവു തിരിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഞെട്ടിപ്പോയി. നമ്മുടെ ദേവു എങ്ങനെ ഞെട്ടാതിരിക്കും, ഇങ്ങനെ കള്ളത്തരമൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഞെട്ടുന്നത്. അപ്പോൾ നമ്മുടെ ദേവുവിനൊരു സംശയം, ഇനിയിപ്പോൾ കണ്ടു കാണുമോ? അയ്യോ എൻ്റെ ദൈവമേ, സച്ചിട്ടൻ കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അരുൺ അങ്ങ് പോവുകയും ചെയ്തു. കണ്ടു കാണുമോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നൊന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് ദേവ് പതുക്കെ സച്ചിയുടെ അടുത്തേക്ക് വന്നു കേട്ടോ, വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വന്ന ഉടനെ തന്നെ നമ്മുടെ സച്ചി ചോദിച്ചു, നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് ഡോക്ടറിനെ കാണാൻ വേണ്ടി വന്നതാ. എന്നിട്ട് നീ ഡോക്ടറിനെ കണ്ടോ? ആ കണ്ടു, ഞാൻ വീട്ടിലേക്ക് പോകുമായിരുന്നു. എന്നാൽ പിന്നെ ഞാൻ കൊണ്ടുവിടാം, നീ കയറ്. അത് പിന്നെ വേണ്ട സച്ചേട്ടാ, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊക്കോളാം. സച്ചേട്ടൻ പൊക്കോ. എന്തിനാ എൻ്റെ പൊന്നു മോളെ ഓട്ടോയ്ക്ക് ക്യാഷ് കളയുന്നത്? ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞില്ലേ, ബാ കയറ്. അല്ല ഓട്ടോ ക്യാഷ് ഹോസ്പിറ്റലിൽ നിന്ന് തരും, അവരുടെ ആവശ്യത്തിന് വന്നതല്ലേ. സച്ചിട്ടൻ പൊക്കോ. എന്നാൽ പിന്നെ ഞാൻ പൊക്കോളാം, നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു സച്ചി അങ്ങ് പോയി. അപ്പോൾ ഏതായാലും സച്ചി കണ്ടിട്ടില്ല കേട്ടോ, രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ദേവു ഭാഗ്യം സച്ചേട്ടൻ കണ്ടില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ചന്ദ്ര ഭാമയുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ദേഷ്യപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഭാമ ചോദിച്ചു, നീ എന്താണ് ഇരിക്കുന്ന ദേഷ്യത്തിൽ? അത് പിന്നെ ശ്രുതി ഇവിടെ വന്നായിരുന്നോ? അവളിവിടെ വന്നിട്ടൊന്നുമില്ല. ആ കള്ളി വന്നാൽ ഞാൻ ഈ വീട്ടിൽ കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കയറ്റാതിരുന്നാൽ നിനക്ക് കൊള്ളാം. കള്ളക്കണ്ണീരുമായിട്ട് ചിലപ്പോൾ അവൾ വരും, അപ്പം തന്നെ വാതിലടച്ച് കുറ്റിയിട്ടാണോ? അത് പിന്നെ നീ പറയണോ? എൻ്റെ ഫ്രണ്ടിനെയും കുടുംബത്തെയും ചതിച്ച അവൾ എൻ്റെ ശത്രുവും കൂടിയല്ലേ? അല്ല ദേ മനസ്സിനൊരു സുഖമില്ല എൻ്റെ പൊന്നു ഭാമേ. സുധിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലേ എനിക്കിനി മനസ്സമാധാനം ഉണ്ടാവത്തുള്ളൂ. അതിന് നിൻ്റെ മോൻ കല്യാണം കഴിച്ചതല്ലേ? ആ കള്ളി ഇനി എൻ്റെ മോൻ്റെ കൂടെ ജീവിക്കത്തില്ല, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. അവൾ ഇനി എൻ്റെ വീട്ടിൽ വെച്ച് ഉറപ്പിക്കാനോ? ഒരിക്കലും ഇല്ല. സുധിക്ക് നല്ല വിഷമമുണ്ട്. അവൻ പുതിയ ദുശീലങ്ങളൊക്കെ തുടങ്ങിയിരിക്കുക. ബാറിൽ പോയി കുടിച്ച് പോലീസുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അവനെ ഉണ്ടല്ലോ അവർ പിടിച്ചോണ്ട് പോയി. രവിയേട്ടനും സച്ചിയും കൂടെ പോയിട്ടാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചോണ്ട് വന്നത്. ആകെപ്പാടെ നാണക്കേടായി എൻ്റെ പൊന്നു ഭാമേ. നല്ല സുന്ദരിയായ ഒരു കോടീശ്വരനെ കണ്ടുപിടിക്കണം, എന്നിട്ട് അവനെ കൊണ്ട് കെട്ടിക്കണം. അപ്പം അവൻ്റെ വിഷമമൊക്കെ മാറും. നിൻ്റെ മോനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആരാ പെണ്ണ് കൊടുക്കുന്നതെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുക നമ്മുടെ ഭാമ. അപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിച്ചു, നീ എന്തായി ആലോചിക്കുന്നത്? ഒന്നുമില്ല. പെണ്ണിനെക്കുറിച്ച് ആലോചിക്കുന്നെങ്കിൽ അത് വേണ്ട, നിന്റെ സേവനം ഇനി ആവശ്യമില്ല, മതിയായി. ഒരുത്തിയെ കൊണ്ട് തന്നതോടുകൂടി മതിയായി. എൻ്റെ മോന് വേണ്ട പെണ്ണിനെ ഞാൻ കണ്ടെത്തിക്കോളാം എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് ഇരിക്കുമായിരുന്നു. അവിടെ നിന്ന് എണീറ്റു. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ പുറകെ നടന്ന് എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റാനേ ആ കള്ളി ശ്രമിക്കും. അതിനുള്ള സമയം ഞാൻ ഇനി കൊടുക്കത്തില്ല. അവൻ്റെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തണം. നിനക്കിത്ര വിവരമില്ലാതായി പോയല്ലോ. ശ്രുതിയും ഇപ്പോഴും ഭാര്യയും ഭർത്താക്കന്മാരാ. അവരെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചാൽ ശ്രുതി പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇതിപ്പോൾ വലിയ പ്രശ്നമാകും. അമ്മയും മോനും അകത്ത് കിടക്കും. അല്ലേ, അവളെ അറിയാതെ ഞാൻ കെട്ടിക്കും എൻ്റെ മോനെ. ആര് പറഞ്ഞു? ദേ എങ്ങനെയാണെങ്കിലും അവൾ അറിയും. ഇങ്ങനെ കല്യാണം കഴിപ്പിച്ചാലേ പ്രശ്നമാണ്, ഡിവോഴ്സ് ചെയ്യാതെ. എന്നാൽ പിന്നെ ഡിവോഴ്സ് ചെയ്യാം, എന്നിട്ട് കല്യാണം കഴിപ്പിക്കാം. അതിന് നീ അല്ലല്ലോടി ചന്ദ്രേ ഡിവോഴ്സ് ചെയ്യേണ്ടത്, നിന്റെ മകനല്ലേ. അതിന് അവൻ സമ്മതിക്കുമോ? സമ്മതിക്കും. ശ്രുതിയല്ല അവന് വലുത്, ഞാനാ വലുത്. ഞാൻ പറഞ്ഞാൽ എൻ്റെ മോൻ സമ്മതിക്കും. ഇപ്പം എൻ്റെ മോനെ ശ്രുതിയോട് വെറുത്ത് അങ്ങേയറ്റത്ത് നിൽക്കുക. ഇപ്പം വിഷമത്തിലാണ് എൻ്റെ മോന്. അവനും അവളെ ഒഴിവാക്കാൻ ആഗ്രഹിച്ച് തന്നെയായിരിക്കുന്നത്. അവൻ സമ്മതിക്കും ഭാമയെ, സമ്മതിക്കും. ഞാൻ സമ്മതിപ്പിച്ചെടുക്കും. വൈകുന്നില്ല. ഇന്ന് തന്നെ ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അവൾക്ക് നോട്ടീസ് അയക്കാൻ പറയണം. അത് വേണോ ചന്ദ്രേ? വേണം. ദേ
നീ ചുമ്മാ അവൾക്ക് വേണ്ടി സംസാരിക്കരുതേ, എനിക്ക് ദേഷ്യം വരും. എനിക്ക് ദേഷ്യം വന്നാണ്ടല്ലോ നീയായിട്ടുള്ള ബന്ധം ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ബാഗ് എടുത്തിട്ട് അവിടെ നിന്ന് അഡ്വക്കേറ്റിനെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്ര പറഞ്ഞു, തൽക്കാലം ഇത് വേറെ ആരോടും പറയരുത് കേട്ടോ ഭാമേ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങ് പോകുന്നത്. ഏതായാലും നമ്മുടെ ഭാമയ്ക്ക് ഭയങ്കര ടെൻഷനായി പോയിട്ട് ഇനിയിപ്പോൾ ഇതിന് എന്താ ചെയ്യുക, ഒരു ജീവിതമല്ലേ, 2 ജീവിതങ്ങളല്ലേ തകരാൻ പോകുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ ദേവുവിനെ ശരത്തിനെയാണ്. അപ്പോൾ ദേവു സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടി നേരെ കടയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുന്നു. ശരത്ത് അവിടെ ഇരുന്ന് പഠിക്കുന്നു. അങ്ങനെ ദേവു പറഞ്ഞു, നമ്മുടെ ലക്ഷ്മീനെ ആട്ടോ കാണിക്കുന്നത്, സോറി ക്ഷമിക്കണം, നമ്മുടെ രേവതിയുടെ അമ്മ ലക്ഷ്മീനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങുന്നു. അതിൽ ഈ സമയത്ത് ദേവു കയറി വന്ന ഉടനെ തന്നെ അമ്മ കടയിലേക്കാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഞാൻ കടയിലേക്കാ, അതെ ഞാനും വരാം. നീ വരണ്ട, നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ, ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുക. അല്ല അമ്മ കഴിച്ചോ? കഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ശരത്ത് പറഞ്ഞു, അമ്മയൊന്നും കഴിച്ചിട്ടില്ലെന്നേ, അമ്മ കള്ളം പറയുന്നതാ. അമ്മേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കള്ളം പറയരുതെന്ന്, തിരക്കുള്ള ദിവസം ഭക്ഷണം കഴിക്കത്തില്ല, ഞാൻ ഭക്ഷണം എടുത്തു തരാം, ഇങ്ങ് വന്നേ. അത് പിന്നെ മോളെ ഞാൻ വന്നിട്ട് കഴിച്ചോളാം, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ ദേവു ലക്ഷ്മിനെ കൂട്ടിക്കൊണ്ട് പോയി ഭക്ഷണം എടുത്ത് വാരി കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ രേവതി വന്നിട്ട് ഇതെന്താ ഞാൻ ഈ കാണുന്നത്, വാരി കൊടുക്കുന്നോ? അല്ല അമ്മയ്ക്ക് കൈയൊന്നും ഇല്ലേ, എന്താ അമ്മ തന്നെ ഭക്ഷണം കഴിക്കത്തില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ എൻ്റെ ചേച്ചി, ഭക്ഷണം കഴിക്കാതെ പോകാൻ തുടങ്ങുമായിരുന്നു കടയിൽ, ഇതിപ്പോൾ ഇങ്ങനെ തന്നെയാ എന്നും, അതുകൊണ്ട് ഞാൻ കുറച്ച് വാരി കൊടുത്താന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഇവളുടെ ഒരു കാര്യം, ഇവളല്ലേലും ഇങ്ങനെയാ, ഏതായാലും ഞാൻ പോട്ടെ മോളെ എന്നും പറഞ്ഞിട്ട് കടയിലേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് നമ്മുടെ രേവതി കണ്ടായിരുന്നല്ലോ, നമ്മുടെ ദേവുവും ആ ചെറുക്കനും കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ദേവുവിനോട് ചോദിക്കാം, നീ കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടായിരുന്നല്ലോ, ആരാടി അത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും ദേവു ഒന്നും മിണ്ടുന്നില്ല. അപ്പം നമ്മുടെ രേവതി ചോദിച്ചു, സത്യം പറഞ്ഞോ, അയാളുടെ മുഖം ഞാൻ കണ്ടില്ല, ആരാ അതെന്ന് എനിക്കറിയണം. അത് പിന്നെ ചേച്ചി, അത് എൻ്റെ ഒരു ഫ്രണ്ട്. ഓ നിൻ്റെ ഫ്രണ്ട് മാത്രമല്ലെന്ന് നിൻ്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. അത് പിന്നെ ചേച്ചി, അദ്ദേഹത്തിന് എന്നെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം നിനക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണോ? അദ്ദേഹത്തിനെ എനിക്കും ഇഷ്ടം ചേച്ചി, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ഓഹോ പ്രണയമല്ലേ? ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നു കേട്ടോ. അപ്പം ദേവ് പറഞ്ഞു, ചേച്ചിയോട് ഇത് പറയണമെന്നുണ്ടായിരുന്നു, പേടിച്ചിട്ടാണ് പറയാത്തത്. അപ്പം എന്താ ഇപ്പം പേടിയില്ലേ? പേടിയൊക്കെ മാറിയോ ഇപ്പം നീ പറഞ്ഞത്? അത് പിന്നെ ചേച്ചി ചോദിക്കുമ്പം നുണ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ, അത് തെറ്റല്ലേ, അതുകൊണ്ടാണ് ഞാൻ നുണ പറയാത്തത്. ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? അത് പിന്നെ ഒരു 4-5 മാസമായി. അപ്പോൾ അയാളെ എവിടെ നിന്നാണ് പരിചയപ്പെട്ടത്? അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെട്ടതാ. നല്ല മനുഷ്യനെ ചേച്ചി, അദ്ദേഹത്തോടൊപ്പം അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. ആ അമ്മയ്ക്കാണെങ്കിൽ എന്നെ വലിയ ഇഷ്ടം ചേച്ചി, വലിയ ഇഷ്ടം. എന്ത് വലിയ ഇഷ്ടം? വലിയ ഇഷ്ടം ചേച്ചി, അമ്മയ്ക്ക് അറിയാൻ കാര്യങ്ങളൊക്കെ. അല്ല അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദേവു എന്ന് ചോദിച്ചിട്ട് നമ്മളെ രേവതി അങ്ങ് ചിരിച്ചിട്ട് ചെവിയിലങ്ങ് ഇങ്ങനെ കിറുക്കിയിട്ട് പറഞ്ഞു, കൊള്ളാലോടി നീ, പ്രേമിക്കാൻ നടക്കുന്നല്ലേ, നിന്നെക്കുറിച്ച് ഞാനിതൊന്നും വിചാരിച്ചില്ല കേട്ടോ, കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ ആളാ, എന്നിട്ട് പ്രേമിച്ച് നടക്കുന്നത് കണ്ടില്ലേ. അത് പിന്നെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് അവർ പറഞ്ഞത്, ഞാൻ കുറച്ച് സാവകാശം ചോദിച്ചു. ധൃതി പിടിച്ചൊന്നും വേണ്ട ചേച്ചി. ധൃതി പിടിച്ചൊന്നും വേണ്ടല്ലേ. ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് ജീവിക്കുന്നവളാ നീ, എനിക്ക് നന്നായിട്ടറിയാം. നിനക്കും ഈ കുടുംബത്തിനും ചേർന്ന് ചെറുക്കനെ തന്നെയല്ലേ നീ കണ്ടെത്തിയിരിക്കുന്നത്, ആ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ പ്രണയിക്കുന്നത് തെറ്റൊന്നും അല്ല കേട്ടോ, വഴി തെറ്റിപ്പോകാതിരുന്നാൽ മാത്രം മതി. പ്രണയിച്ചോ, അതിന് യാതൊരു കുഴപ്പമില്ല. എന്തായാലും നീ വഴി തെറ്റിപ്പോകില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, പ്രതീക്ഷയുണ്ട് മോളെ. നീയാ ഇപ്പോൾ ഈ വീട് നോക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. പിന്നെ നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടുപോയി, നമുക്കിനി നമ്മുടെ അമ്മ മാത്രമേ ഉള്ളൂ. നമ്മുടെ അമ്മയെ മുറുകെ പിടിക്കണം. നമ്മൾക്ക് 3 പേർക്കും വേണ്ടിയല്ലേ നമ്മുടെ അമ്മ ഇപ്പോഴും കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യരുത്. ഇത് അമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അമ്മ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്താം. നീ ആരെയും വിഷമിപ്പിക്കില്ലെന്നൊക്കെ എനിക്കറിയാം. അത് പിന്നെ ഇല്ല ചേച്ചി, നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ സുഖം തേടി പോകത്തൊന്നുമില്ല. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി തന്നെ കല്യാണം നടത്തണമെന്ന എൻ്റെ ആഗ്രഹം. ചേച്ചിയുടെയും അമ്മയുടെയും ശരത്തിൻ്റെയും സച്ചേട്ടൻ്റെയും സമ്മതത്തോടു കൂടി മാത്രമേ ഈ വിവാഹം നടക്കത്തുള്ളൂ. അങ്ങനെ ഏതായാലും ദേവു ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു കേട്ടോ. നമ്മുടെ രേവതി സമ്മതിച്ചല്ലോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്ര നേരെ വക്കീലിൻ്റെ ഓഫീസിലേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ച ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.